ആട്ടിറച്ചിയും ബിരിയാണിയും ഒരു നിക്കാഹിന് പോയാൽ മിനിമം 300 രൂപയും എനിക്ക് കിട്ടുമായിരുന്നു. നിക്കാഹിന്റെ അവസ്ഥ നോക്കൂ സഹോദരന്മാരെ. എന്റെ അനുഭവം ഞാൻ പറയട്ടെ. എത്രയോ സാധുക്കളായ രക്ഷിതാക്കൾ തന്റെ പ്രായമെത്തിയ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഫൈനാൻസിന്ന് പലിശക്ക് പണം വാങ്ങിയിട്ട് സ്ത്രീധനം കൊടുത്ത ആ പണം അതിന്റെ ഒരു ഓഹരി ആലിമുകൾ എന്ന് ഈ സമൂഹത്തിന് ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആലിമുകൾക്ക് ഒരു വിഹിതം കൈമടക്കുമ്പോൾ പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ തുള്ളിന്റെ കഷ്ടത അനുഭവിക്കാതെ അറിയാത്ത ഈ സമൂഹം എവിടെയാണ് ഖുർആനും ഹദീസും സമൂഹത്തിന് പഠിപ്പിക്കുക സഹോദരന്മാരെ? അപ്പോ പൊതുവെ ഈ വഹാബികളോട് എനിക്കൊക്കെ വെറുപ്പാണ്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരോട് വെറുക്കണം. പിന്നെ അത് അടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഈ പറയപ്പെട്ട രൂപത്തിൽ കൂടെ കിതാബിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങിയപ്പോ അവര് പറഞ്ഞു അവൻ വഹാബിയാണ്. ഏത് പ്രശ്നത്തിൽ പറഞ്ഞാലും അത് വഹാബിയാണ്. അപ്പോ ഈ കിതാബിലുള്ള കാര്യങ്ങൾ പറയുന്നവരാണ് വഹാബികൾ എങ്കിൽ പിന്നെ നല്ലത് അങ്ങോട്ട് നീങ്ങലാണല്ലോ. എന്താണ് റിഫായ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനന സമയത്ത് അള്ളാഹ് പറഞ്ഞു റിഫായിനെ പുറത്തേക്കിറങ്ങി നടക്കൂല കുറച്ചോനെ. ഒന്ന് പുറത്തേക്കിറങ്ങി റിഫായിനെ മനുഷ്യർക്കാറാക്കല്ലേ. എനിക്കും എൻ്റെ കൂടെ വന്നവർക്കും സ്വർഗം തന്നാല്ലാണ്ട് ഇറങ്ങൂല, നമുക്ക് നോക്കാം. പടച്ചോൻ അവസാനം ഇടങ്ങേറായി. 4 സ്വർഗത്തിന്റെ തീരാധാരം പട്ടയം പോക്കുവരവിന്റെ പേപ്പറൊക്കെ കൊടുത്തു. പടച്ചോൻ കൊടുത്തു, നീ ഒന്ന് ഇറങ്ങിപ്പോ റിഫായിന്. അങ്ങനെ മൂപ്പര് വളർന്ന് വന്ന് ഈ അണ്ണൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു തോട്ടം കാണുന്നു. ഒരു തോട്ടം. ഇസ്മായിൽ എന്നോരിൽ ചോദിച്ചൊരു തോപ്പ്, ആയവിലക്ക് തരുമോന്ന് കേട്ടോവർ, ദുനിയാവിലുള്ള മൂതരനിൽ വേണ്ടെന്ന് ദുഷ്കരമായി 4 സ്വർഗം കൊടുത്തോവർ. ഒരു ഇസ്മായിൽ എന്ന പേരിൽ ഒരു ചങ്ങാട് ഒരു ചെറിയ ഉണക്കത്തോട്ടം റിഫായ് ചെയ്ത് കണ്ടപ്പോ, ഇസ്മായിലെ എന്റെ തോട്ടം കൊടുക്കണ്ടോ, ദുനിയാവിലെ വിലയൊന്നും പോരാന്ന് പറഞ്ഞു. നിനക്ക് 4 സ്വർഗം പിടിച്ചോടാ. ഏതാണ്ട് ഇവിടെ ഈ കടല മിഠായി കച്ചവടം നിൽക്കണ പോലെ. സ്വർഗം എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയ വന്ന ബുദ്ധിക്ക് അറിയോ എന്താത്? 4 സ്വർഗം ദുനിയാവിലെ ഒരു ഉണക്കത്തോട്ടത്തിന് കൊടുത്തു. ഇലാഹെന്ന വാദമില്ലാതെ, ഇലാഹെന്ന വിശ്വാസമില്ലാതെയാണെങ്കിൽ ആരോടും പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇസ്തിആനത്തിൽ ഇലാഹെന്ന വിശ്വാസമില്ലാതെ ആരോടും പറ്റുമെങ്കിൽ ആർക്കും വിവാദത്ത് എടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞത് തുല്യമായി. നാം പലപ്പോഴും വിചാരിച്ചു പോകുന്നു, ഈ ഇസ്ലാഹി പ്രസ്ഥാനം, അതായത് കേരള ജമിയത്തുൽ ഉലമ, ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അത് വളരെ അന്ന് വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആദർശം, അതൊക്കെയല്ലേ ആദർശം എന്ന് പറഞ്ഞത്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല ആദർശം. ആദർശം പറഞ്ഞാൽ കുത്തുബിയത്ത്, മൗലൂദ്, റാത്തീബ്, ഇതൊക്കെയാണ് ആദർശം. ആദർശത്തിന്റെ കടക്കിൽ കത്തിവെച്ചിരിക്കുന്നു. അതാണല്ലോ അങ്ങനെ തോന്നാം. നമുക്ക് പറയാനുള്ളത്, ഈ സലഫി പ്രസ്ഥാനം ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ച് ജീവിക്കണം എന്നൊരൊറ്റ തെറ്റ് മാത്രമാണ്. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇന്നുള്ള പ്രവർത്തകരും പലയാതി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നേരിടേണ്ടി വരുന്നത്. പിന്നെ ഒരു കിതാബ്, ഒരു ഗ്രന്ഥം രചിക്കുകയാണെങ്കിൽ ഹംദും സലാത്തും സലാമും ഒക്കെ ചൊല്ലിക്കൊണ്ടാണ് ഒരു കിതാബ് ഉദ്ധരണി തുടങ്ങൽ തന്നെ. നേരെ മറിച്ച് ഇന്ന് നമ്മുടെ മൗലിദ് കിതാബ് മങ്കൂസ് മൗലിദ്, ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ പ്രചാരമുള്ള മങ്കൂസ് മൗലിദ്, ആ മങ്കൂസ് മൗലിദിന്റെ അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആദ്യമായിട്ട് എന്താണ് സുബ്ഹാനല്ലദീ യാതലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ ഔജദനു. ഖുറാഫി പ്രസ്ഥാനത്തിൽ പഠിച്ചു വളർന്ന് ഏറെക്കാലം അതിൽ പ്രവർത്തിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന ഉമർ ഫൈസിയാണ്. അദ്ദേഹം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകനാണ്. കൂടാതെ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതനാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا رب اشرح لي صدري ويسر لي امري
വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മാന്യ സഹോദരന്മാരെ, ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രബോധനവുമായി ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ ഈ ലോകത്ത് നൽകിയ, ഈ ലോകത്ത് നടത്തിയ ശക്തമായ പ്രബോധനമാണ് തൗഹീദി പ്രബോധനം. ആ പ്രബോധനത്തിന് വേണ്ടി കേരളത്തിൽ ശക്തമായി ഇഖ്ലാസോടെ കളങ്കമറ്റ ഹൃദയവുമായി പ്രവർത്തിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീൻ, അതിൻ്റെ പ്രവർത്തകന്മാരും അതിൻ്റെ പ്രബോധകന്മാരും ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്.